രാഗി കഴിക്കായ എനിക്ക് പോവാൻ സമയമായി. യെസ്. ഒന്നും ഉണ്ടാക്കിയില്ലേ? സാൻഡ്വിച്ച്. സാൻഡ്വിച്ചാ? എടി മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാക്കാത്ത നീ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇതുവരെ ദുബായിൽ നിന്ന് ഇവിടെ എത്തിയില്ലേ? നിങ്ങക്ക് സാൻഡ്വിച്ച് വേണ്ടേ? എൻ്റെ പൊന്നു രാഗി, ഞാനൊരു സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇതുപോലത്തെ ചവറ് സാധനങ്ങൾ തന്നാൽ ഇങ്ങോട്ട് നോക്കി വല്ല ദോശയും ചമ്മന്തിയും പുട്ട് കടലക്കറി അതുപോലെ നമ്മളെ പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി ഇത്തിരി പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പഴങ്കഞ്ഞിൽ ഒരു തൈരും ഒരു പച്ചവളവും ഒത്തിരി മാങ്ങാച്ചാറും കൂടെ കലക്കി കുടിക്കുന്ന ഒരു സുഖം ഈ ചവർ സാധനം കഴിച്ചാൽ കിട്ടുമോ? ചവറോ? ഇതൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളുടെ മുടി പോയത്, ഈ വയറിങ്ങനെ ഇരിക്കണത്. ഈ പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാണ് മുടി പോയത് നിന്റെ അടുത്ത് ആരാടി പറഞ്ഞത്? എന്നെ കണ്ടോ സ്ലിം ആയിട്ടിരിക്കണത്? അത് ഇതൊക്കെ കഴിച്ചിട്ടാ. അത് നീ കഴിച്ചോ? നീ മോഡനല്ലേ, നീ കഴിച്ചോ? നീ അത് എനിക്ക് കൂടെ നിന്ന് ഞാൻ അടിച്ചേപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ ഇതൊന്നും. അത് നിനക്കറിയാലോ. ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ജാമ് വരട്ടി തരട്ടെ ബ്രെഡിൽ. വേണ്ടേ? ഒരു വിധത്തിൽ നീ ജീവിക്കാൻ സമ്മതിക്കില്ലടി. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇത് വേണേ കഴിച്ചാം. ജാം വേണോ? അല്ല സോസ്. വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ? വേറെ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെളിയിൽ പോയി കഴിക്കാം. നമ്മളെ കർണാടകയുടെ കടയിൽ നിന്ന് 2 ദോശയും ഇത്തിരി ചമ്മന്തി ഒരു പപ്പടവും കഴിക്കുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറെയാണ്. ചെല്ല് പോയി കഴിക്ക്. ആ ചട്നി കഴിച്ചിട്ട് ആ ബ്ലഡ് മുഴുവൻ വെള്ളാക്ക്. എന്റെ ബ്ലഡല്ലേ ആവുന്നത്, ഞാൻ സഹിച്ചോളാം കേട്ടാ. ഉച്ചക്ക് വരുമോ അമ്പലേട്ടാ? അല്ലേ പോവാ. ചക്കയൊക്കെ കഴിച്ച കാലം മറന്നു. അത്ര കുതിയാങ്കി ഇത്തിപ്പനം പോയി ചോദിക്കണം. വീട്ടിൽ നിങ്ങളിപ്പോ അയൽക്കാരൊക്കെ എന്നിട്ട് വേണം ഒരു ചക്കയിലെ പേരുമാൻ അടി ഉണ്ടാക്കാൻ. പിന്നെ അവന്റെ വേണ്ട പാമ്പ്ര. അയ്യോ അമ്പലിക്കുട്ടൻ ചേട്ടാ പോവാണോ? ഓ അതെ ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്തോ വെള്ളം തീരുകയാണെങ്കിൽ പറയണം. നമ്മുടെ 2 കൂട്ടരുടെയും മോട്ടറിന്റെ സ്വിച്ച് ഒന്നാ. നീ അത് അവളോട് പറഞ്ഞാൽ മതി. രാഗീനെ ഒരിക്കലും പുറത്ത് കാണാറില്ല. ഭയങ്കര പാചകത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഇതോടെ ചക്ക നമ്മുടെ പറമ്പിന്ന് ആണോ? എന്ത് ചെയ്യാൻ ചക്ക? പുഴുക്ക് വെക്കണ അതാ അവിയൽ വെക്കണ? പുഴുക്ക് വെക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ആണോ? പുഴുക്കിനെ മീൻ കൂടെ വേണം, മീൻ കറി കൂടെ വേണം. മീനുണ്ട്. എന്ത് മീന്? ചൂര മേടിച്ചിട്ടുണ്ട്. ചൂര. ആണോ? തേങ്ങ അരച്ച മീൻ? തേങ്ങ അരച്ച് വെക്കണല്ലോ. നന്നായിരിക്കും. അന്നേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കരവിന്റെ കൂടെ ഇവിടെ വന്നപ്പോ ഇതുപോലെ തന്നെ അമ്മ ചക്ക പുഴുക്കും ചൂര തേങ്ങ അരച്ച മീനും പിന്നെ നല്ല കൈപ്പുണ്യം ഉള്ളതല്ലേ. അവിടെ ദുബായിൽ കിട്ടുമോ ചക്ക? കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ ഭയങ്കര പൈസ ആണല്ലേ. നിങ്ങൾക്ക് കാശുള്ളതുകൊണ്ട് അതിന് ചക്ക മേടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും നാട്ടിൽ നിന്ന് കിട്ടുന്നത് അതൊരു പ്രത്യേകത. അത് ശരിയാ. ഇത് വിളഞ്ഞതാണ്? പിന്നെ കണ്ടിട്ട് വിളഞ്ഞതാലും തോന്നുന്നില്ലല്ലോ. ഇല്ല അതെ നോക്കിക്കേ. നീ ഇവിടെ ഉണ്ടായിരുന്ന? നീ എന്ത് വിചാരിച്ചു ഞാൻ ഇല്ലാന്നോ? ഞാൻ എവിടെയെങ്കിലും വയ്ക്കാണെന്ന് വിചാരിച്ചു. വീട് മാത്രമേ നിനക്ക് വാടകയ്ക്ക് തന്നിട്ടുള്ളൂ. വേവിച്ചും പറക്കൊക്കെ ഇവിടെ നിന്ന് തരാമെന്നൊന്നും കരാർ ചെയ്തിട്ടില്ലല്ലോ. നിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഒന്നും ചോദിച്ചില്ലല്ലോ. നിന്റെ അടുത്ത് തന്നെ വേവിച്ച് തരാൻ പറഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ട, അങ്ങനെ വല്ല ചിന്താഗതി മനസ്സിലുണ്ടാക്കി കേട്ടാ. പച്ച ചക്ക കാണുമ്പോ എനിക്കൊരു കൊതി, അതുകൊണ്ട് ഒരു കഷ്ടം ചോദിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം ചക്ക ചോദിക്കും, പിന്നെ മാങ്ങ ചോദിക്കും, പിന്നെ തേങ്ങ ചോദിക്കും, പിന്നെ ഉപ്പായി പുളിയായി മുളകായി മല്ലിയായി ഇതൊക്കെ പലതും ചോദിക്കും. എനിക്കറിയാം പലമാരെ ഇതുപോലെ. എന്റെ വീട്ടിലുണ്ടേ. ഉണ്ടെങ്കിൽ നീ അവിടെ വെച്ച് ഉണ്ടാക്കിയാൽ മതി, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ കയറി പോടിയകത്ത്. രാവിലെ ഇടതിരുന്ന് കഴിച്ചോ? ആവശ്യമുള്ള സംസാരം വേണ്ട. നിനക്ക് ഇതൊക്കെ അകത്ത് വീട്ടിനകത്ത് സ്ഥലമില്ല. ഇച്ചിരി അരക്കായാലും കുഴപ്പമില്ല, ഞാനങ്ങ് സഹിച്ചു. ഞാനിവിടെ ചെയ്ത് തീർത്തിട്ടങ്ങ് വരാം. എന്തായാലും ഇവിടെയൊക്കെ ആയില്ലേ? കളിക്കുന്നവള് കഷ്ടമാണ് ക്ലീറ്റോ. കഷ്ടം തന്നെ. അതെ മറ്റേ രാഗിനോട് മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു കേട്ടോ. രാഗിയോട് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞാലും മതി, നമ്മൾ അയലോക്കല്ലേടാ. അതെ കളി ഇതിനപ്പുറത്തോട്ടൊക്കെ മതി കേട്ടാ. ശരിയല്ലേ? നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടേ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയില്ലേ. അപ്പൊ പിന്നെ ചേച്ചി വിളിച്ച അണ്ണ അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന് സംസാരിച്ച് ചക്ക നിന്ന്. ഞാനിപ്പം നമ്മളെന്തെങ്കിലും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ചുമ്മാ ചികിളി കേസൊന്നും പിടിച്ചോണ്ടിരിക്കുക, നമുക്ക് പോകാൻ നോക്കാം. അവിടെ പരിപാടിക്ക് സമയത്ത് നിന്നില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം. നീ അല്ലേ അവിടെ പോയി ചോദിച്ചു, ഇഷ്ടമാണെങ്കിൽ ചോദിച്ചു ചക്ക, ഓഹോ കൊതിയാണെങ്കിൽ ചോരെന്നൊക്കെ പറഞ്ഞു കണ്ടാ. ഇപ്പം കൊതിയുണ്ടെന്ന് പറഞ്ഞ ഞാനാണ്.
versus alien.